നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ക്രൈം, ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ വരുന്നൊരു സിനിമയാണ്. വളരെ ഡീസൻ്റ് ആയിട്ടാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. വഴിക്ക് വഴി വരുന്ന അടി, ഇടി, ഗുണ്ടുപൊട്ടുന്ന ഒച്ച അതൊന്നും ഈ സിനിമയിൽ ഉണ്ടാവില്ല. എന്നാലും ഇല്ല എന്നല്ല, അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വളരെ ഡീസൻ്റ് ആയിട്ടാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. ലണ്ടൻ തെരുവിൻ്റെ നിഗൂഢതയൊക്കെ നമ്മളെ കാണിച്ച് അങ്ങനെ പറഞ്ഞു തരുന്നൊരു സിനിമ. സിനിമയുടെ വൺലൈൻ എന്താണെന്ന് വെച്ചാൽ, വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, അവൾ ഗർഭിണിയാണ്. അവൾ വേദന സഹിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് വരികയാണ്. അവളെ കണ്ടാൽ തന്നെ മനസ്സിലാകും അവളെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഈ സമയം അവളുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. ഈ ഒരു ഡയറി ഹോസ്പിറ്റലിലുള്ള ഒരു നഴ്സിന്റെ കയ്യിൽ കിട്ടുകയാണ്. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നത് റഷ്യൻ ഭാഷയിലാണ്. മനസ്സിലാക്കാനായി പറ്റില്ല. എന്നാൽ അതെല്ലാം മനസ്സിലാക്കി വരുന്ന നഴ്സ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ചെന്നെത്താനായി പോകുന്നത്. ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് 2007 റിലീസ് ചെയ്ത ഈസ്റ്റേൺ പ്രോമിസസ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ബാർബർ ഷോപ്പിൽ ഒരാൾ മുടി വെട്ടാനായി വന്നിരിക്കുകയാണ്. ഈ സമയം മുടി വെട്ടിക്കൊടുക്കുന്ന ബാർബർ പറയാണ്, തൻ്റെ മകനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, അവനെ പണിക്ക് വിളിച്ചാൽ അവൻ നല്ലപോലെ പണിയൊന്നും എടുക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയമാണ് ആ മകൻ അങ്ങോട്ട് കയറി വരുന്നത്. ആൾക്ക് ബുദ്ധിക്ക് ചെറിയൊരു സ്ഥിരതയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവന് ജോലിയൊന്നും എടുക്കാനായി പറ്റാത്തത്. എന്നാൽ ആ ബാർബർ ദേഷ്യം പിടിച്ചുകൊണ്ട് മകനോട് ആ ഇരിക്കുന്നയാളുടെ മുടി വെട്ടിക്കൊടുക്കാനായി പറയാണ്. എന്നാൽ ആ ബ്ലേഡ് വാങ്ങുന്ന മകൻ പെട്ടെന്നാണ് മുടി വെട്ടാനായി വന്നയാളുടെ കഴുത്ത് അറുക്കാനായി തുടങ്ങുന്നത്. ബാർബറാണേൽ അങ്ങേരുടെ കഴുത്ത് പിടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങേരെ കൊന്നുകളയും. ഇതേ സമയം ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് ഒരു പെൺകുട്ടി വേച്ച് അങ്ങനെ കയറി വരികയാണ്. അവൾ ഗർഭിണിയാണ്. നല്ലപോലെ വേദനിക്കുന്നുണ്ട്. അവൾക്കൊരു മരുന്ന് വേണമെന്ന് അവൾ പറയുമ്പോഴേക്ക് പെട്ടെന്നാണ് ബ്ലീഡിംഗ് ആയി അവൾ താഴേക്ക് വീഴുക. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കും. ഡോക്ടർമാരും നഴ്സുമാരും കുറേ നേരം കഷ്ടപ്പെട്ടപ്പോൾ അവൾ പ്രസവിച്ചു. പക്ഷെ അവളെ രക്ഷിക്കാനായി പറ്റിയില്ല. അവൾ മരിച്ചുപോയി. അതായത് 14 വയസ്സുകാരി മരിച്ചുപോയി. അവളുടെ കുഞ്ഞ് മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത്. എന്നാൽ അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയം അവളെക്കുറിച്ച് എന്തെങ്കിലും കാര്യം, അവളുടെ പേരെങ്കിലും മനസ്സിലാക്കാനായി അവളുടെ ബാഗിലുണ്ടായിരുന്ന ഒരു ഡയറി നഴ്സ് എടുത്തു വെച്ചിരുന്നു. പക്ഷെ അതിൽ റഷ്യൻ ഭാഷയിൽ എഴുതി വെച്ചതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യമാക്കാനായി നിന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെ നഴ്സ് എഴുന്നേൽക്കുന്നതാണ്. നഴ്സിന്റെ പേര് ലോറ എന്നാണ്. അവൾക്ക് അച്ഛനില്ല. അതുകൊണ്ട് അമ്മയുടെ കൂടെ അങ്കിളിന്റെ വീട്ടിൽ, അതായത് മാമന്റെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. എന്തായാലും അവൾ എഴുന്നേറ്റ് വരുന്ന നേരം തലേന്ന് രാത്രി ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്ന ഡയറി ഇല്ലായിരുന്നോ, അത് അവളുടെ അങ്കിളിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങേര് ചോദിക്കും, ഈ ഡയറി നിനക്ക് എവിടുന്ന് കിട്ടിയാന്ന്. ഇന്നലെ മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ ഡയറിയാന്ന് പറയുന്ന നേരം അങ്ങേര് പറയും, നീ എന്തിനാണ് മരണപ്പെട്ട ആളുകളുടെ ആയുധങ്ങളെല്ലാം സാധനങ്ങളെല്ലാം എടുത്തിങ്ങോട്ട് വരാനായി നിൽക്കുന്നത്? അതൊക്കെ അവരുടെ കൂടെ തന്നെ അടക്കം ചെയ്യേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിൽ ആരും ഇതുവരെ ഇങ്ങനെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീയും ഇനി മുതൽ അങ്ങനെ ചെയ്യാനായി പാടില്ല. എന്നാൽ അങ്കിള് പറയുന്നൊന്നും അവൾക്ക് അത്രക്കങ്ങ് ഇഷ്ടാവുന്നില്ല. അങ്ങനെ ആ ഡയറി വാങ്ങി അവൾ തുറന്നു നോക്കുന്ന നേരം അതിലൊരു റഷ്യൻ റെസ്റ്റോറൻറ്റിന്റെ ഒരു കാർഡ് കിടക്കുന്ന കാണാം. ഈ സമയം ബാക്ക്ഗ്രൗണ്ടിൽ അതിലെന്താണ് എഴുതിയെന്ന് ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാനായി പറ്റും. എൻ്റെ പേര് ടാറ്റിയാന. ഞാൻ റഷ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ ഒരു ഖനിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഖനിയിൽ വെച്ച് തന്നെയാണ് അങ്ങേര് കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറവ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. പിന്നെ അതിൽ കൂടുതലൊന്നും അതിൽ പറയുന്നില്ല. ഈ സമയം നമ്മുടെ ലോറയാണെങ്കിൽ, അതായത് നഴ്സാണേൽ, ആ ഡയറിയിൽ നിന്ന് ഒരു റഷ്യൻ റെസ്റ്റോറൻറ്റിൻ്റെ കാർഡ് കിട്ടിയിരുന്നല്ലോ. അതുകൊണ്ട് ആ റഷ്യൻ റെസ്റ്റോറൻറ്റ് തിരഞ്ഞങ്ങനെ പോവാണ്. കുറേ ദൂരം യാത്ര ചെയ്യണം അവിടെ വരെ എത്താൻ. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലെത്തി അവൾ ബൈക്ക് നിർത്തി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2 പേര് അവളെ വന്ന് അങ്ങനെ നോക്കുന്നത്. അതിൽ ഈ വലതുവശത്ത് നിൽക്കുന്നയാളാണ് അവൾ തിരഞ്ഞു പോയിരിക്കുന്ന ആ റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളിയുടെ മകൻ. ഈ ഇടത് നിൽക്കുന്നയാള് ആ റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളിയുടെ ഡ്രൈവറാണ്. അവളതൊന്നും കാര്യമാക്കാതെ അവിടെയുള്ള ബെല്ലടിക്കും. അപ്പോഴാണ് റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എനിക്ക് ഈ കാർഡ് 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാണ്. നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ അറിയോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങനെ അവൾ അകത്തേക്ക് വിളിക്കും. ഈ കാർഡ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് പുതുക്കി പണിയുന്നതിൻ്റെ മുന്നേ ഉള്ളതാണ്. അതുകൊണ്ട് ആ പെൺകുട്ടി ഇവിടെ ജോലി ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ കൊണ്ടൊന്നും ഞങ്ങളങ്ങനെ ജോലി ചെയ്യിക്കാറില്ല. അങ്ങനെ അങ്ങേര് നടന്നു പോകുമ്പോഴാണ് മുമ്പിൽ അങ്ങേരുടെ കൊച്ചുമക്കളിരിക്കുന്നത്. കൊച്ചുമക്കളാണോ ഇനി അങ്ങേരുടെ കുടുംബത്തിലെ കുട്ടികളാണോ എന്നൊന്നും അറിയില്ല. എന്നാൽ അവർ വയലിൻ വായിക്കുന്നത് കറക്റ്റ് ആയിട്ടല്ല. അതുകൊണ്ട് അങ്ങേര് പറയും, വയലിൻ വായിക്കുമ്പോൾ നമുക്ക് കണ്ണീര് വരണം, അതുപോലെ വായിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ച് എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് കാണിച്ചു കൊടുക്കും. കൂടെ ലോറയോട് പറയും, നിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തായാലും ഞങ്ങൾ പാചകം ചെയ്യുന്ന ബോഷെ നീ ഒന്ന് കഴിച്ചു നോക്കെന്ന് പറഞ്ഞ് അവൾക്ക് കഴിക്കാനായി കൊടുക്കും. ബോഷ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തരം സൂപ്പാണ്. എന്തായാലും അവളത് കഴിക്കുന്ന നേരം അവൾക്കത് വലിയ ഇഷ്ടമായി. നിനക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് വേറെ എന്തെങ്കിലും കാര്യം അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അവളുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ഡയറി കിട്ടിയിരുന്നു. അതിൽ റഷ്യനിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയാൽ അവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി പറ്റും. അതിന് അങ്ങേര് പറയും, അങ്ങനെയാണെങ്കിൽ നീ ആ ഡയറി ആയിട്ട് എൻ്റെ അടുത്തേക്ക് പോര്, ഞാൻ നിനക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുതരാം. വേണ്ട, അത് കുഴപ്പമില്ല, എൻ്റെ അങ്കിളിന് റഷ്യൻ അറിയാം, അങ്ങേര് ട്രാൻസ്ലേറ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അങ്ങേര് വീണ്ടും പറയും,
നീ എന്തായാലും അതിങ്ങോട്ട് കൊണ്ടുപോര്, നിനക്ക് ഈ ബോഷയും കഴിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞാണ് അവളെ പറഞ്ഞു വിടുക. ബൈക്ക് എടുത്ത് പോകാൻ നിൽക്കുന്ന നേരം ആ ബിസിനസ്മാൻ്റെ ഡ്രൈവർ ഇല്ലായിരുന്നോ, അങ്ങേര് ചെറുതായിട്ട് അവളെ ഒന്ന് ട്യൂൺ ചെയ്യാനായി നോക്കുന്നുണ്ട്. എന്നാൽ അവൾ അതിലും വീഴില്ല, അവൾ അങ്ങനെ പോവാണ്. വീട്ടിലെത്തിയാൽ അങ്കിൾ അവളോട് ചോദിക്കും, നിന്റെ കാമുകൻ്റെ കൂടെ നീ ഇപ്പം എന്താ താമസിക്കാതെ? അതിനവൾ പറയും, അവൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നില്ല, അതത്രയേ ഉള്ളൂ. എന്നാൽ അങ്ങേര് വിചാരിച്ചിരിക്കുന്നത് കാമുകൻ അവളെ ഇട്ടേച്ച് എങ്ങോട്ടോ പോയെന്നാണ്. മാത്രമല്ല അവൻ ആളൊരു കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് തന്നെ അങ്ങേർക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അവൾക്കൊരു ഗർഭം ഉണ്ടായിരുന്നു, ആ ഗർഭവും അവൻ കാരണമായിരിക്കാം പോയത് എന്ന് പറയുന്ന നേരം അവൾക്കത് അത്രക്കങ്ങ് ഇഷ്ടാവില്ല. അവൾ എഴുന്നേറ്റ് പോകും. ചുരുക്കി പറഞ്ഞ അങ്കിൾ ആളൊരു ചൊറിയനാണ്, അവളെ നല്ലപോലെ ഇരിക്കാനൊന്നും സമ്മതിക്കില്ല. അങ്ങേരെക്കൊണ്ട് ആ ഡയറി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം, റഷ്യൻ ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്ന് അവൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് അവൾ അങ്ങേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങേരുടെ സ്വഭാവം ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അങ്ങേരുമായി ചർച്ച ചെയ്യാനായി തീരെ ഇഷ്ടമല്ല. അന്നത്തെ രാത്രി ആ അപ്പാപ്പൻ്റെ റഷ്യൻ റെസ്റ്റോറൻ്റാണ് നമ്മൾ കാണുന്നത്. അവിടെ എന്തോ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ആ പാർട്ടിയിൽ തന്നെ ആ മൊട്ടച്ചേട്ടൻ ബാർബർ ഇല്ലായിരുന്നോ, നമ്മൾ തുടക്കത്തിലേ കണ്ടിരുന്നു അങ്ങേര് ഒരാളെ കൊല്ലുന്നത്, അങ്ങേരും ഇരിക്കുന്നുണ്ട്. ഈ സമയം ആ അപ്പാപ്പൻ്റെ മകൻ ആരെയോ കോൾ ചെയ്ത് എന്തോ ഒരു ടെൻഷനിലിരിക്കുന്ന കാണാം. ആ അപ്പാപ്പൻ്റെ മകനെ മനസ്സിലായില്ലേ, ലോറ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന അന്ന് തന്നെ അവൾ ബൈക്ക് വെക്കുന്ന നേരം ആ ഡ്രൈവറുടെ കൂടെ അവളെ നോക്കി നിന്നവൻ അവൻ എന്തോ ഒരു പണിയിൽ പെട്ട് കിടക്കാണ്. അവൻ്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. അതേ ടെൻഷൻ തന്നെ ആ മൊട്ടച്ചേട്ടൻ്റെ മുഖത്തും കാണാൻ പറ്റും. എന്തായാലും കുറച്ച് കഴിഞ്ഞ് അപ്പാപ്പൻ്റെ മകനും മൊട്ടച്ചേട്ടനും ആ ഡ്രൈവറും കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പെട്ടെന്നാണ് ആ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത തുടക്കത്തിൽ ഒരാളെ കൊല്ലാനായി കൂടെ നിന്നിരുന്ന ആ പയ്യനില്ലായിരുന്നോ, അവൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ അപ്പാപ്പൻ്റെ മകനും ഡ്രൈവറും ഒന്ന് പേടിക്കും. മൊട്ട പറയും, പേടിക്കണ്ട, അവൻ ആരോടും ഒന്നും പറയാനായി പോകുന്നില്ല. അങ്ങനെ അവരടുത്ത മുറിയിലേക്ക് ചെന്ന് ഒരു ഫ്രീസർ തുറക്കുമ്പോഴാണ് അതിനകത്തൊരു പയ്യൻ്റെ ബോഡി. അവനെയാണ് തുടക്കത്തിലെ കഴുത്തറുത്ത് കൊല്ലുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നത്. അവൻ എന്തിനാണ് കൊന്നതെന്ന് വെച്ചാൽ ഈ അപ്പാപ്പൻ്റെ മകനില്ലേ, അവനെക്കുറിച്ച് എന്തോ ഒരു മോശം കാര്യം ഈ പെട്ടിയിൽ കിടക്കുന്ന പയ്യൻ നാട്ടുകാരോടെല്ലാവരോടും പറഞ്ഞു നടന്നു. അതിൻ്റെ ദേഷ്യത്തിലാണ് ഇപ്പോൾ അവനെ കൊന്നിരിക്കുന്നത്. ഇനി ആ ബോഡി എവിടെയെങ്കിലും കൊണ്ട് ഒഴിവാക്കേണ്ടത് ആ അപ്പാപ്പൻ്റെ മകൻ്റെയും ആ ഡ്രൈവറുടെയും ജോലിയാണ്. മൊട്ടയാണ് ഈ പണിയെല്ലാം ചെയ്ത് തീർത്തു കൊടുത്തത്. ഇനി ബാക്കിയുള്ള പരിപാടിയെല്ലാം അവർ നോക്കണം. എന്നാൽ ആ ബോഡി കൊണ്ടൊഴിവാക്കുന്നതിൻ്റെ മുന്നേ ആ ബോഡിയുടെ ഐഡൻറ്റിറ്റി എല്ലാം മറയ്ക്കണം. അതിനായി ആ ഡ്രൈവറാണ് ബോഡിയുടെ വിരലെല്ലാം കട്ട് ചെയ്യുന്നത്. അങ്ങേരി പരിപാടിയിലെല്ലാം ബെസ്റ്റാണ്. റെസ്റ്റോറൻറ്റ് നടത്തുന്ന അപ്പാപ്പൻ്റെ മോൻ്റെ പേര് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. അവൻ്റെ പേരാണ് അലക്സ്. അവൻ പോകാൻ നേരം ആ ഡ്രൈവർക്കിട്ടൊരു തട്ടുകൊടുക്കുന്നത് കണ്ടാൽ മനസ്സിലാകും അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെ നേരം വെളുക്കാൻ നേരം അവർ ആ ബോഡി ഒരു നദിയിൽ തള്ളാനായി കൊണ്ടുപോവാണ്. ഒരു ചാക്കിൽ കെട്ടിവെച്ച അവസ്ഥയിലാണ് ആ ബോഡി കിടക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത് ആ നദിയിലേക്ക് തള്ളാൻ നേരം അലക്സ് ചോദിക്കും, നമ്മൾ ഇങ്ങനെ വെച്ചാൽ ശരിയാകുമോ, ബോഡിയിൽ എന്തെങ്കിലും കനമുള്ളത് വെക്കണ്ടേ? അന്നേരം ഡ്രൈവർ പറയും, അതിനെക്കുറിച്ചൊന്നും നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ബോഡി നേരെ ആ നദിയുടെ അടുത്തേക്ക് എത്തുന്ന നേരം അത് വെള്ളത്തിനടിയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ആ ബോഡി കുറേ ദൂരം പോകും. ഇല്ലെങ്കിൽ ഭാരം വെച്ചാൽ അത് ഇവിടെ തന്നെ കിടക്കുകയുള്ളൂ. എന്തായാലും പറഞ്ഞ പോലെ തന്നെ ആ ബോഡി വെള്ളത്തിനടിയിലേക്ക് പോയി. അന്ന് രാത്രി ലോറയാണേൽ ആ മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ കുഞ്ഞിനടുത്താണ് ഇരിക്കുന്നത്. ആ 14 വയസ്സുകാരിക്ക് എന്തായിരിക്കും സംഭവിച്ചതെന്ന് അവൾക്ക് എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ. റെസ്റ്റോറൻറ്റിലെ അപ്പാപ്പനാണേൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായി ഇന്നങ്ങോട്ട് ചെല്ലാനായി പറഞ്ഞതുമാണ്. അങ്ങനെ അവൾ അന്ന് രാത്രി തന്നെ അങ്ങേരെ കാണാനായി ചെല്ലും. പക്ഷേ ആ ഡയറി എടുത്തോണ്ടല്ല അവൾ പോയിട്ടുള്ളത്. ആ ഡയറിയിൽ എല്ലാ പേജും അവൾ കോപ്പി എടുത്തിട്ടുണ്ട്. അതുമായിട്ടാണ് അങ്ങേരെ കാണാനായി ചെന്നിരിക്കുന്നത്. എന്നാൽ അത് കാണുന്ന അങ്ങേര് ഈ ഡയറിയുടെ ഒറിജിനൽ എവിടെ, അതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അവൾ പറയും, ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ അങ്കിള് ട്രാൻസ്ലേറ്റ് ചെയ്തനാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അങ്ങേരുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കോപ്പി ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പാപ്പൻ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് നാളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഞാൻ ഇന്ന് കുറച്ചധികം മദ്യം കഴിച്ചുപോയി, അതുകൊണ്ട് ഇന്ന് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിന്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചേരാം. നിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ കുറച്ച് അകലെയാന്ന് പറയും. സത്യം പറഞ്ഞാൽ ലോറയ്ക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. മെല്ലെ സ്കൂട്ടായി അവൾ ബൈക്ക് എടുക്കാനായി നോക്കുന്നേരം ബൈക്കാണെ സ്റ്റാർട്ടാവുന്നില്ല. ഈ സമയം ഡ്രൈവർ അങ്ങോട്ട് വന്ന് ഒരു കൈസഹായം വേണോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവളത് കാര്യമാക്കില്ല. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും, എന്നാലും നടക്കില്ല. അവസാനം ഡ്രൈവർ വന്ന് ഒരു കൈ നോക്കുന്നുണ്ടെങ്കിലും അങ്ങേർക്കും സ്റ്റാർട്ട് ചെയ്യാനായി പറ്റില്ല. അങ്ങനെയാണ് ഞാൻ നിന്നെ വീട്ടിലേക്ക് എത്തിച്ചേരാന്ന് പറയുമ്പോൾ അവൾ പറയും, അതിനൊന്നും ആവശ്യമില്ല എന്ന്. അതിനങ്ങേര്, ഞാൻ നിങ്ങളെ ഈ മഴയത്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അതെൻ്റെ ബോസ് അറിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വീട്ടിലേക്ക് എത്തിച്ചേരേണ്ടത് എൻ്റെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. പോകുന്ന വഴിയിൽ അവൾ ചോദിക്കും, നിങ്ങൾക്ക് ടാറ്റിയാന എന്ന പേരുള്ള 14 വയസ്സുള്ള ഒരു പെൺകുട്ടി അറിയുമെന്ന്. അതിനങ്ങേര് പറയും,
ടാറ്റിയാന എന്ന പേരുള്ള ഇഷ്ടം പോലെ കുട്ടികളെ എനിക്കറിയാലോ. അവൾ ഗർഭിണിയാണെന്ന് കൂടെ പറയുമ്പോൾ അങ്ങനെയാണ് എനിക്ക് അവൾ അറിയില്ല എന്ന് പറയും. നിങ്ങളുടെ ബോസിന്റെ മകന്, അതായത് അലക്സിന് അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയും, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ അവരുടെ ഡ്രൈവർ മാത്രമാണ്. അവർ പറയുമ്പോൾ ഇടത്തോട്ട് വലത്തോട്ട് മുന്നിലേക്ക് അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ എനിക്ക് അവരെക്കുറിച്ച് വേറെ ഒന്നും അറിയില്ല. ഈ സമയപ്പോഴേക്ക് അവളുടെ വീടിന്റെ മുന്നിലെത്തി. നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് വേണോന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് വെച്ചാൽ മതിയെന്നും പറഞ്ഞാണ് അവളെ പറഞ്ഞയക്കുക. പിറ്റേന്ന് രാവിലെ നദിക്കരയിൽ വെച്ച് പോലീസുകാർക്ക് ഒരു ഡെഡ് ബോഡി കിട്ടി. ആ ഡെഡ് ബോഡി ഏതാന്ന് വെച്ചാൽ അലക്സും ഡ്രൈവറും കൂടെ നദിക്കരയിൽ ഒഴുക്കി വിട്ടിരുന്നൊരു ബോഡി ഇല്ലായിരുന്നോ, ആ ബോഡിയാണ്. അതെന്തായാലും ഇപ്പോൾ പോലീസുകാരുടെ കയ്യിൽ കിട്ടി. ആ ബോഡിയിൽ പച്ച കുത്തി വെച്ചിരിക്കുന്ന കാണുന്ന പോലീസുകാരൻ പറയും, ഇവൻ വോർ എന്ന ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. വോർ എന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അണ്ടർവേൾഡ് പരിപാടിയെല്ലാം ചെയ്ത് നടക്കുന്ന ഒരു ടീമാണ്. ലണ്ടനിൽ പല പല അണ്ടർവേൾഡ് ടീമുകളുണ്ട്. അതിലെല്ലാ ടീമും കോമൺ ആയിട്ട് പച്ച കുത്തുന്ന ഒരു സ്റ്റിക്കറാണ് അവൻ്റെ ബോഡിയിൽ കാണുന്നത്, നക്ഷത്രം പോലെയുള്ള സ്റ്റിക്കർ. നന്നായി ഒന്നുകൂടെ അവൻ്റെ ബോഡി ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം അവൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ വെച്ച് അവർക്കൊരു പേപ്പർ കിട്ടും. അതിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് കാണുന്ന പോലീസുകാരന് എന്തോ ഒരു കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതേ സമയം ലോറയുടെ വീട്ടിൽ ലോറയുടെ അങ്കിള് അവളുടെ അടുത്തേക്ക് വരികയാണ്. നീ ആ ഡയറി ആർക്കെങ്കിലും കൊടുത്തിരുന്നോ? നീ ആർക്കും ആ ഡയറി വായിക്കാനായി കൊടുക്കാനായി പാടില്ല. അതിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിൽ വലിയ വലിയ മാഫിയകളെ കുറിച്ചും പീഡനത്തെക്കുറിച്ചും ബലാത്സംഗത്തെക്കുറിച്ചൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഡയറിയുമായി നീ ആരുടെ അടുത്തേക്കും പോകാനായി പാടില്ല. എന്നാൽ ഇത് കേൾക്കുന്ന ലോറയ്ക്ക് ഇപ്പോഴാണ് കാര്യങ്ങളുടെ ഗതി എന്താണെന്ന് മനസ്സിലാവുക. പക്ഷെ അത് അവൾ മുഖത്ത് കാണിക്കില്ല. അവളുടെ അമ്മ പറയും, നിന്റെ അങ്കിളുടെ കയ്യിൽ നിന്ന് ഞാൻ ആ ഡയറി മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. പക്ഷേ ഈ ഒരു കാര്യം നീ പോലീസുകാർക്ക് വിട്ടുകൊടുക്കണം. ഇതിന്റെ പിന്നാലെ നീ ഒരിക്കലും പോവരുത്. പിന്നെ കാണുന്നത് ആ അലക്സിന്റെയും ഡ്രൈവറിന്റെയും കുന്തളിപ്പാണ്. അവരിപ്പോൾ ഇഷ്ടം പോലെ പെൺകുട്ടികളെല്ലാം കൊണ്ടുവന്ന് പാർട്ടി അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഈ സമയം അലക്സ് ഡ്രൈവറോട് പറയും, നീ ഒരു സ്ത്രീയുടെ കൂടെ കിടക്കുന്ന എനിക്ക് കാണണം. നീ ഒരു സ്വർഗാനുരാഗിയല്ലാന്ന് എനിക്കൊന്ന് ഉറപ്പ് വരുത്തണം. അതിനാന്ന് പറയും. സംഭവം എന്താന്ന് വെച്ചാൽ ഈ അലക്സിന് ഡ്രൈവറോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. പക്ഷെ ഡ്രൈവറാണേൽ എനിക്ക് അതിൽ താല്പര്യമില്ലാന്ന് പറഞ്ഞു കിടക്കാണ്. അതുകൊണ്ട് തന്നെ അലക്സിനിപ്പോൾ ഡ്രൈവർ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ കിടക്കുന്ന കാണണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാലോ അവൻ സ്വർഗാനുരാഗി അല്ലാന്ന്. എന്തായാലും അലക്സ് ബുദ്ധിമുട്ടിക്കുന്ന നേരം ഡ്രൈവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ അവസാനം അവൻ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഡ്രൈവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ വേറെ വഴിയില്ലാതെ ചെയ്താണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ. എന്തായാലും എല്ലാം കഴിഞ്ഞ പെൺകുട്ടിയോട് അവളുടെ പേരും സ്ഥലവും എല്ലാം ചോദിച്ച് മനസ്സിലാക്കും. അതിന്റെ കൂടെ തന്നെ അവളുടെ കയ്യിലേക്ക് ഒരു കാർഡ് കൂടെ വെച്ചു കൊടുക്കും. അതെന്താന്ന് മനസ്സിലായില്ല. ഈ അലക്സ് ആണേൽ ഇവിടെയുള്ള പെൺകുട്ടികളെ എല്ലാവരെയും അടിമകളെപ്പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അതൊന്നും അറിയില്ല. ഈ സമയം ലോറ മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ കുഞ്ഞിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ബാക്ക്ഗ്രൗണ്ടിൽ ആ മരണപ്പെട്ടു പോയ പെൺകുട്ടി സംസാരിക്കുന്നത് കേൾക്കാം. അവളുടെ പേര് ടാറ്റിയാന എന്നാണെന്നും റഷ്യയിലെ ഒരു ഖനിയിൽ വെച്ച് അവളുടെ അച്ഛൻ മരിച്ചുപോയെന്നും അവൾ നേരത്തെ പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയാണ് അവൾ പറയുന്നത്. അവളുടെ അച്ഛൻ മരിച്ചതോടുകൂടെ കുടുംബത്തിൽ നല്ല കഷ്ടപ്പാടായി. ഈ സമയത്താണ് അവളുടെ നാട്ടിലേക്ക് ഒരു പയ്യൻ വരുന്നത്. അവൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കണ്ടിട്ടുണ്ട്. അവനാണ് അവളോട് പറഞ്ഞ്, ലണ്ടൻ എന്ന പേരുള്ള ഒരു നഗരമുണ്ട്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നീ ഒരാഴ്ച പാട്ട് പാടിയാൽ നിന്റെ അച്ഛൻ ഒരു വർഷം സമ്പാദിക്കുന്ന അത്രയും കാശ് നിനക്ക് സമ്പാദിക്കാനായി പറ്റുമെന്ന്. അങ്ങനെ അതും കേട്ടോണ്ടാണ് അവൾ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടെ വെച്ച് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും ലോറ ആ കുഞ്ഞിനെ പിടിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി അങ്ങോട്ട് വരുന്നത്. അങ്ങേർക്കെങ്ങനെ ലോറ ജോലി ചെയ്യുന്ന സ്ഥലം മനസ്സിലായെന്ന് അറിയില്ല. എന്തായാലും അവളെ കാണുമ്പോൾ തന്നെ നീ പറഞ്ഞ പെൺകുട്ടിയുടെ കുഞ്ഞാണോ ഇതെന്ന് ചോദിക്കും. അങ്ങനെ ആ കുഞ്ഞിനെ എല്ലാം കളിപ്പിച്ചുകൊണ്ട് അങ്ങേര് പറയും, നീ തന്നിരുന്ന ഡയറി മുഴുവനും ഞാൻ വായിച്ചു. പക്ഷെ നീ ആ പുസ്തകം മറ്റാർക്കും കൊടുക്കാനായി പാടില്ല. കാരണം അതിൽ എൻ്റെ മകനെക്കുറിച്ച് പല പല മോശം കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ആ ഡയറിയുടെ ഒറിജിനൽ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരണം. എന്നാൽ ലോറ പറയുന്നത്, എനിക്കതിന് പറ്റില്ല. നിങ്ങളുടെ മകൻ എന്തെങ്കിലും മോശമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമെല്ലാം അവൻ അനുഭവിക്കുക തന്നെ വേണം. ഞാൻ ഇതെന്തായാലും പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുമെന്നാണ് അവൾ ഉറപ്പിച്ചു പറയുന്നത്. ഈ നേരം അങ്ങേര് പറയും, മരിച്ചുപോയ ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചു. അവളുടെ വീട് എവിടെയാണെന്നും എനിക്ക് പറയാം. അതുകൊണ്ട് നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്. നീ ആ ഡയറി എൻ്റെ കയ്യിലേക്ക് വെച്ച് തരികയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട് എവിടെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിനെ നിനക്ക് അവിടെ കൊണ്ടു ചെന്ന് ഏൽപ്പിക്കാൻ പറ്റുമല്ലോ. എന്നാൽ ഇത് കേട്ടിട്ടും ലോറയ്ക്ക് വലിയ അനക്കമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങേര് പറയും, ലോറ, ഞാൻ പറഞ്ഞ നീ എന്തായാലും കേട്ടേ പറ്റൂ. ഞാൻ ഇപ്പോഴെന്തായാലും പോവാണ്. നീ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഇപ്പം എനിക്കറിയാം. ഞാനിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിനക്കും അറിയാം. അങ്ങേരാ പറഞ്ഞതിൽ ശരിക്കൊരു ഭീഷണി ഇല്ലേ? എങ്ങനാണേലും അടുത്ത ദിവസം രാവിലെ ലോറയുടെ കേടായിപ്പോയിരുന്ന ബൈക്കിലായിരുന്നോ അത് നന്നായിക്കൊണ്ടിരിക്കുകയാണ് ആ ഡ്രൈവർ. ഈ സമയമാണ് അലക്സ് വിളിച്ച് ഒരു വലിയ ട്രക്കിൽ ഇഷ്ടംപോലെ മദ്യം അവന് കാണിച്ചു കൊടുക്കുന്നത്. അവൻ്റെ അച്ഛൻ എവിടെ നിന്നോ വളരെ തുച്ഛമായ കാശിന് കൊണ്ടുവന്നിരിക്കുന്ന
മുന്തിയ ഇനം മദ്യമാണിത്. എന്നാൽ ഈ സമയത്താണ് അവൻ്റെ അച്ഛൻ, അതായത് ആ റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി അങ്ങോട്ട് വരുന്നത്. അങ്ങേർക്കാണെ അലക്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ആ ഡയറിയിൽ ആ പെൺകുട്ടി അവനെക്കുറിച്ച് എന്തൊക്കെയാണ് എഴുതി വെച്ചതെന്ന് നമുക്കറിയാലോ. അതായത് ആ 14 വയസ്സുള്ള പെൺകുട്ടി പാട്ട് പാടാനായി ഈ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇവിടെ വെച്ച് ഈ അലക്സാണ് അവളെ ഉപദ്രവിക്കാനായി തുടങ്ങിയത്. അങ്ങനെയാണ് അവൾ ഗർഭിണിയാവുന്നോ ഈ ഒരു അവസ്ഥയിലെത്തുന്നോ എല്ലാം. ഈ സമയം അച്ഛൻ ചോദിക്കും, നിന്റെ ഒരു കൂട്ടുകാരൻ മരിച്ച വിവരം നീ അറിഞ്ഞോ? അവൻ്റെ ബോഡി നദിക്കരയിൽ വെച്ചാണ് കിട്ടിയത്. നേരത്തെ അവർ കൊന്നിരുന്ന ഒരു പയ്യനില്ലായിരുന്നോ, അവനെക്കുറിച്ചാണ് അച്ഛൻ പറയുന്നത്. എന്നാൽ ഡ്രൈവർ പെട്ടെന്നാണ് അടിച്ചു കയറി പറയാ, അവൻ അലക്സ് തന്നെയാണ് കൊന്നിരിക്കുന്നത്. അലക്സിനെ കുറിച്ച് വളരെ മോശം കാര്യങ്ങൾ അവൻ പറഞ്ഞു നടന്നു, അതുകൊണ്ടാണ്. പക്ഷെ കൊന്നിരിക്കുന്ന അലക്സ് അല്ല, ആ ബാർബർ മൊട്ടയാണ്. അവൻ അങ്ങേർക്കായിരുന്നു ഈ ഒരു ജോലി കൊടുത്തിരുന്നത്. എന്നിട്ട് അലക്സിനെ നോക്കി പറയും, ഈ ഒരു കാര്യം നിന്റെ അച്ഛൻ എന്തായാലും കണ്ടുപിടിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഈ സമയം വീട്ടിൽ ലോറയുടെ അങ്കിളും അമ്മയും കൂടെ ആ ഒരു ഡയറി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതാണ്: പാട്ട് പാടാനുള്ള അവസരം തരാമെന്ന് പറഞ്ഞ് അവരെന്നെ ഉപദ്രവിക്കുകയായിരുന്നു. അലക്സാണ് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അവൻ എന്നെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി. അങ്ങനെ ഒരിക്കൽ അവൻ എൻ്റെ വയറ്റത്തിട്ട് ആഞ്ഞി ചവിട്ടി. അന്നത്തെ രാത്രി അവൻ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എന്നെ ഉപദ്രവിക്കാനായി നിന്നില്ല. അങ്ങനെ അവൻ പോയതിനു ശേഷം അവൻ്റെ അച്ഛനായിരുന്നു എൻ്റെ അടുത്തേക്ക് വന്നിരുന്നത്. അതായത് ആ റെസ്റ്റോറൻറ്റ് മുതലാളിയെക്കുറിച്ചാണ് അവൾ ഇനി പറയാനായി പോകുന്നത്. അങ്ങേരാണ് അവളുടെ അടുത്തേക്ക് വന്നതും അവളെ മാനസികമായി അന്നത്തെ ദിവസം പീഡിപ്പിച്ചതും ഗർഭിണിയാക്കുന്നതും എല്ലാം. ചുരുക്കി പറഞ്ഞ, ലോറയുടെ കയ്യിൽ നിന്ന് ആ ഡയറി വാങ്ങാനായി അങ്ങേര് വന്നില്ലായിരുന്നോ? അത് ശരിക്കും മകന് വേണ്ടിയൊന്നുമല്ല, അങ്ങേർക്ക് വേണ്ടി തന്നെയാ. കാരണം അങ്ങേരാണല്ലോ അവളെ ഗർഭിണിയാക്കുന്നത്. ഈ ഒരു കാര്യം പുറംലോകത്തെത്തിയാൽ അങ്ങേർക്ക് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ആ ഡയറി കയ്യിൽ കിട്ടാനായി അങ്ങേര് കഷ്ടപ്പെട്ട് ശ്രമിച്ചു നോക്കിയിരുന്നത്. പക്ഷെ ലോറയുടെ കയ്യിൽ നിന്ന് ആ ഡയറി കിട്ടിയില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന അങ്കിള് പറയും, ലോറ, നീ ഒരിക്കലും ഇനി അങ്ങേരുടെ അടുത്തേക്ക് പോകാനായി പാടില്ല. നീ ഇപ്പം തന്നെ അങ്ങേരുമായിട്ട് കുറെ സംസാരിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാം. ഇനി അത് വേണ്ട. എനിക്കൊരു തോക്കുള്ള കൂട്ടുകാരനുണ്ട്, നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയും, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നമ്മൾ ഇനി ഇതിൻ്റെ പിന്നാലെ പോകുന്നില്ല. ആ ഡയറി നമ്മൾ അങ്ങേരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിൽ. ഇതിൽ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടാനായി പറ്റില്ല. അന്നേരമാണ് അങ്കിള് പറയാ, ഞാൻ ഇപ്പോഴും KGBയിലെങ്ങാനും ആയിരുന്നതിൽ അവൻ്റെ കഴുത്ത് എൻ്റെ കയ്യിൽ ഇപ്പോൾ പോന്നേനെ. KGB എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് CIA എന്ന് പറയുന്ന പോലെ റഷ്യക്ക് പണ്ടുണ്ടായിരുന്നതായിരുന്നു KGB. പക്ഷെ അങ്ങേരിങ്ങനെ പറയുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകളോ അങ്ങേര് പോയിട്ടുണ്ടോ അതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ലോറക്കും അറിയില്ല. അതുകൊണ്ട് അവൾക്കത് ഈ വിശ്വാസമല്ല. ലോറ പറയുന്നത്, അങ്ങനെയാണെ ഡയറി കൊടുക്കാം, എന്നിട്ട് ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് എവിടെയാണെന്ന് ചോദിച്ച് വാങ്ങാം. അങ്ങനെ ആ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ 1 മാസത്തിനുള്ളിൽ അനാഥാലയത്തിലേക്ക് കൈമാറേണ്ടി വരും. അവൾ ഇങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുന്നേരം എന്തായാലും ഡയറി കൈമാറാൻ തന്നെ അവർ തീരുമാനിക്കും. അങ്ങനെ അടുത്ത ദിവസം ഒരു കഫേയിലേക്ക് ചെല്ലാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഡയറി വാങ്ങാനായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആ ഡ്രൈവറെയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്തായാലും അങ്ങേര് വന്നിരിക്കുമ്പോൾ തന്നെ അങ്കിളിന് അവനെ തീരെ ഇഷ്ടമായിട്ടില്ല. ആ ഡയറിയിൽ അവരുടെ സ്വഭാവം എങ്ങനെയാന്ന് അങ്ങേര് വായിച്ച് മനസ്സിലാക്കിയതാണല്ലോ. അതിൻ്റെ ദേഷ്യം നല്ലപോലെയുണ്ട്. ഡ്രൈവർ പറയും, നീ നല്ല ബുദ്ധിയുള്ളവളാ. നല്ല ആളുകളെല്ലാം കൂടി നിൽക്കുന്ന ഒരു കഫേയിൽ വെച്ച് തന്നെ കൂടെ 2 ആളെയും കൊണ്ടുവന്നാണ് നീ ഒരു ഡയറി എനിക്ക് കൈമാറാനായി പോകുന്നത്. അത് കേൾക്കുന്ന അങ്കിള് പറയും, ആടാ, നിന്നെ എനിക്ക് കഴുത്തിൻ്റെ ഇടയിൽ വെച്ച് ഇറുക്കാനും തോന്നുന്നുണ്ട്, പക്ഷെ അവസ്ഥ ഇതായിപ്പോയി. എന്നാൽ അവർ സംസാരിച്ച് കൂടുതൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതിന് മുന്നേ ലോറ ആ ഡയറി അവൻ്റെ കയ്യിലേക്ക് കൊടുക്കും. എന്നാൽ ലോറയുടെ മുതലാളി പറഞ്ഞിരുന്നത്, നീ ആ ഡയറി എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നാൽ ആ 14 വയസ്സുകാരി പെൺകുട്ടിയുടെ വീട് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാന്നല്ലേ. എന്നാൽ അതിനെക്കുറിച്ച് അവനോട് ഡ്രൈവറോട് ചോദിക്കുന്ന നേരം, അഡ്രസ്സോ? എന്ത് അഡ്രസ്സ്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, എന്നോട് ഈ ഡയറി വാങ്ങാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുക. എന്നാലും അവൻ്റെ തൊട്ടു പിന്നാൽ അവരെല്ലാവരും കൂടെ ചെന്നിട്ടും കാര്യമില്ല. അവൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയുന്നില്ല. അവൻ അതിനെക്കുറിച്ച് അറിയില്ല. അതിൻ്റെ ദേഷ്യത്തിൽ അങ്കിൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തുപ്പിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതാണെങ്കിൽ ഡ്രൈവർക്ക് നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ട്, പക്ഷെ മുഖത്ത് അങ്ങനെ കാണിക്കുന്നില്ല. അങ്ങനെ ആ ഡയറിയും കൊണ്ട് തട്ടകത്തിലേക്ക് ചെല്ലുന്ന ഡ്രൈവർ അവിടെ വെച്ച് ആ ഡയറി ചെറുതായിട്ടൊന്ന് വായിച്ചു നോക്കും. അവനും റഷ്യൻ അറിയാം. എന്നാലും വായിക്കുന്ന അവൻ്റെ മുഖത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല, ഭാവമാറ്റമൊന്നുമില്ല. അവനിതൊക്കെ എന്നും കാണുന്ന പോലെയാണ് അത് വായിക്കുന്നത്. എന്നാൽ അപ്പോഴാണ് മുതലാളി അങ്ങോട്ട് വരുന്നത്. ആ ഡയറി വാങ്ങി കയ്യിലേക്ക് വെച്ച് പറയും, നമ്മളെ ബിസിനസ്സിൽ എത്ര വലിയ ബിസിനസ് ആണെങ്കിലും ഒരു ചെറിയ തെറ്റ് മതി അതിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ വരാൻ. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനാണ് ഡ്രൈവറോട് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട്, നീ ആ ഡയറി എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്നാൽ അതിനെക്കുറിച്ച് നീ ആരോടും പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ പാർട്ട്ണറാക്കി മാറ്റാന്ന്. അതുകൊണ്ടാണ് അവനോട് ഇങ്ങനെയെല്ലാം പറയുന്നത്. കൂടെ തന്നെ പറയും, അവളുടെ അങ്കിൾ ആളൊരു വലിയ പ്രശ്നക്കാരനാണ്, അങ്ങനെ കൈകാര്യം ചെയ്യുന്ന പരിപാടി നീ തന്നെ നോക്കില്ലേ എന്ന്. അതായത് അങ്കിളിനെ കൂടെ എന്തോ ചെയ്യാനായി പോവാണ്. അങ്ങനെയെല്ലാം പറഞ്ഞു കഴിയുന്ന മുതലാളി ആ ഡയറി അവിടെ വെച്ച് കത്തിച്ച് കളയും. പിന്നെ നമ്മൾ കാണുന്നത് ലോറയുടെ ബൈക്ക് നന്നാക്കിയെടുത്ത് അവളുടെ ഹോസ്പിറ്റലിന് മുന്നേ അവളെ കാത്തു നിൽക്കുന്ന ഡ്രൈവറെയാണ്. ലോറയെ കാണുമ്പോൾ തന്നെ ചോദിക്കും, നിന്റെ വീട് ഇവിടെ അടുത്താണോ? എന്നാൽ അവൾ അതിനെക്കുറിച്ചൊന്നും പറയില്ലല്ലോ.
കൂടെ തന്നെ ചോദിക്കും, നിന്റെ കൂടെ ഒരു അങ്കിളില്ലേ, അങ്ങേരും നിന്റെ കൂടെയാണോ താമസിക്കുന്നത്? എന്നാൽ അതിനെക്കുറിച്ചും അവളൊന്നും പറയില്ല. അങ്ങനെ പോകാൻ നേരത്ത് ബൈക്കിൻ്റെ കീയും കൊടുത്ത് ബൈക്കിന് വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നാക്കി എടുത്തെന്നും പറഞ്ഞാണ് അങ്ങേര് പോവുക. ഇതേ സമയം നാട്ടിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ട്. ആ ടൂർണമെൻ്റ് കാണാനായി ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആ ബാർബർ മൊട്ടച്ചേട്ടൻ്റെ കൂടെയുള്ള പയ്യനില്ലായിരുന്നോ, അവൻ അങ്ങനെ പോവാണ്. എന്നാൽ പോകുന്ന വഴിയിൽ അവൻ മൂത്രമൊഴിക്കാനായി ഒരു ശ്മശാനത്തിൻ്റെ അടുത്തേക്കാണ് ചെല്ലുക. അങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം പെട്ടെന്നാണ് തൊട്ടു പിന്നിൽ 2 പേര് വന്ന് അവൻ്റെ കഴുത്തറുത്ത് കൊന്നുകളയുന്നത്. വന്നിരിക്കുന്നയാൾ പറയുന്നത് എൻ്റെ സഹോദരന് വേണ്ടിയെന്നാണ്. അതായത് തുടക്കത്തിൽ അവർ കൊന്നുകളഞ്ഞ ആ പയ്യനില്ലായിരുന്നോ, ആ പയ്യൻ്റെ ചേട്ടന്മാരാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അവരിപ്പോൾ പ്രതികാരം ചെയ്യാനായി ഇറങ്ങിയിരിക്കുക. ഇത്രയും കാലം അവർ നാട്ടിലില്ലായിരുന്നു. എന്നാൽ അനിയൻ കൊല്ലപ്പെട്ട വിവരറിഞ്ഞ് അവർ ഈ നാട്ടിലേക്ക് വന്ന് അത് ചെയ്തവരെ എല്ലാവരെയും കണ്ടുപിടിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് രാത്രിയാണ് ആ മുതലാളിയുടെ റെസ്റ്റോറൻറ്റിൽ ഒരു പരിപാടി കൂടെ നടക്കുന്നത്. എന്നാൽ ആ പരിപാടിക്കിടയിൽ ബാർബർ മൊട്ടച്ചേട്ടൻ ഭയന്ന് വന്ന് മുതലാളിയോട് പറയാണ്, എന്നെ കൊല്ലാനായി ഇന്ന് 2 പേര് വന്നിരുന്നു. അവർക്ക് മനസ്സിലായി അവരുടെ പയ്യനെ കൊന്നത് ആരാന്ന്. അവരാദ്യം തന്നെ എൻ്റെ പയ്യനെ കൊന്നു. എന്നാൽ എന്നെ കൊല്ലാനായി വന്നപ്പോൾ എനിക്കൊരു ഓഫർ തന്നു. നിങ്ങളുടെ പയ്യനെയാണ് അവർക്ക് വേണ്ടേ, അവനെ കിട്ടിയാൽ പിന്നെ എന്നെ വേണ്ടാന്നാണ് പറഞ്ഞത്. അതിന് മുതലാളി, നീ എന്തായാലും ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞ് ഏറ്റവും നല്ല കാര്യം. അവർക്ക് എൻ്റെ മകൻ അലക്സിനെ അറിയോന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. കൊല്ലപ്പെട്ട പയ്യൻ്റെ ചേട്ടന്മാർക്കറിയില്ല ഈ അലക്സ് ആരാണെന്നുള്ള കാര്യം. എങ്ങനാണേലും പിറ്റേന്ന് രാവിലെ നമ്മുടെ അങ്കിള് ജോലിക്കായി പോകുന്ന നേരം അങ്കിളിൻ്റെ തൊട്ടു പിന്നാലെ ഫോളോ ചെയ്തുകൊണ്ട് ആ ഡ്രൈവർ പോകുന്ന കാണാം. പിന്നെ അങ്ങേർക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. നമ്മുടെ ലോറയാണേൽ ആകെ കൂടെ ദേഷ്യത്തിലാണ്. അവളോട് പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് പറഞ്ഞുതരാന്നല്ലേ, ഇപ്പൊ പറഞ്ഞു കൊടുത്തതുമില്ല. അതിൻ്റെ ദേഷ്യത്തിൽ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവർ വാതിൽ ഉറക്കില്ല. അപ്പോഴാണ് അലക്സും ഡ്രൈവറും കൂടെ വെള്ളമടിച്ച് ബോധം പോയി അങ്ങോട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ വെള്ളമടിച്ചിരിക്കുന്നത് അലക്സാണ്. ലോറ ആ ഡയറിയെക്കുറിച്ചും ആ 14 വയസ്സുകാരി പെൺകുട്ടിയെക്കുറിച്ചും അവിടെ നിന്ന് ഉറക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ 2 പേരും അത് മെയിൻ ചെയ്യില്ല. എന്നാൽ ലോറ ദേഷ്യത്തിൽ പറയും, ഇതിൻ്റെ ഉള്ളിൽ നിന്റെ തന്തയില്ലേ, ആ തന്തയാണ് ആ 14 വയസ്സുകാരി പെൺകുട്ടി ജന്മം കൊടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ. ഇത് കേൾക്കുന്ന അലക്സിന് അതങ്ങ് തീരെ ഇഷ്ടാവില്ല. അവൻ്റെ അച്ഛൻ അവനോട് എങ്ങനെ നിൽക്കുന്നു എന്നതല്ല, അവൻ്റെ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന് നല്ലപോലെ ദേഷ്യം വരും. അവളോട് പറയും, നീ ഇപ്പോൾ വായ പൂട്ടി ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലേ, അല്ലാതെ എൻ്റെ അച്ഛനെക്കുറിച്ച് മോശമായിട്ട് ഇനിയും സംസാരിക്കാനായി നിന്നാ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. എന്നാൽ ഡ്രൈവർ അവനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന അലക്സ് പറയാണ്, എന്തൊക്കെ മരണങ്ങളാണ് ഇപ്പം നമ്മുടെ തലക്ക് തന്നെ വരുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ അടിമയായിരുന്ന ഒരു പെൺകുട്ടിയെ പോലീസുകാർ വാതിൽ ചവിട്ടി പൊളിച്ചല്ലേ ഇവിടുന്ന് കൊണ്ടുപോയേ, അതിനൊക്കെ അവർക്ക് എവിടെ നിന്നോ ധൈര്യം വന്നേ. ഇതെല്ലാം കാണുന്ന അലക്സിൻ്റെ അച്ഛൻ, അതായത് ആ പരട്ട മുതലാളി, അങ്ങേര് അലക്സിനോട് പെട്ടെന്ന് തന്നെ താഴേക്ക് ചെല്ല്, എനിക്ക് ഡ്രൈവറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ അലക്സിനെ താഴേക്ക് പറഞ്ഞു വിട്ട് ഡ്രൈവറോട് ലോറയുടെ അങ്കിളിൻ്റെ കാര്യം എന്താക്കിയെന്ന് ചോദിക്കും. അതെല്ലാം ക്ലീനാക്കിയെന്ന് അങ്ങേരും പറയും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഡ്രൈവർ താഴേക്ക് ചെല്ലുന്നവരാണ് അലക്സ് പറയാം, ഈ മദ്യെല്ലാം എൻ്റെ അച്ഛന് വില കുറവിൽ എവിടെ നിന്നോ കിട്ടിയതാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങേര് ഒരു പെൺകുട്ടിയെ കൊടുത്താണ് ഈ മദ്യമെല്ലാം വാങ്ങിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാനാ, ഞാൻ അങ്ങേരുടെ മകനായിപ്പോയില്ലേ. ഇതെല്ലാം കാണുന്ന ഡ്രൈവർക്ക് അവനെക്കുറിച്ച് എന്തോ ഒരു വിഷമാകും. അങ്ങനെ അവനെ സമാധാനിപ്പിക്കും. പിന്നെ നമ്മൾ കാണുന്നത് ആ ഡ്രൈവറോട് മുതലാളി പറഞ്ഞിരുന്നല്ലോ നിന്നെ ഞാൻ ബിസിനസ് പാർട്ട്ണറാക്കി മാറ്റാന്ന്. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി മുതലാളിയുടെ ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ വന്ന് അവനെ ചോദ്യം ചെയ്യാനായി ഇരുത്തിയിരിക്കുക. അങ്ങനെ അവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാണ്. സംഗതി ഡ്രൈവർ ഇപ്പോൾ ഒരു ഡ്രൈവർ ആണെങ്കിലും പണ്ട് അവനൊരു കള്ളനായിരുന്നു. കള്ളനായതിൻ്റെ പച്ച കുത്തിയിരിക്കുന്ന അടയാളങ്ങളെല്ലാം അവൻ്റെ ബോഡിയിലുണ്ട്. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും അവന് കാണാനില്ല. അതുകൊണ്ട് തന്നെ അവനെ ബിസിനസ് പാർട്ട്ണർ ആക്കാനായി അവൻ്റെ ബോഡിയിൽ ഇപ്പോൾ പച്ച കുത്തിക്കൊണ്ടിരിക്കുക. ആ നക്ഷത്രം ഇല്ലേ, അത് പച്ച കുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ലോറയോട് അവളുടെ അമ്മ ചോദിക്കുകയാണ്, അങ്കിൾ ഇന്നലെ ഇങ്ങോട്ട് വന്നില്ലല്ലോ, അങ്ങേരെക്കുറിച്ച് നിനക്ക് എന്തേലും അറിയോ? അങ്ങേര് ഇന്നലെ ആ ഡ്രൈവറുടെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പേടി തോന്നിയതാണ്. ഇനി അങ്ങനെ എന്തേലും സംഭവിച്ചോ? ഈ സമയം ആ പ്രൈവറ്റ് കുളിമുറിയിലേക്ക് ആ മൊട്ട ബാർബർ ചേട്ടൻ ഇല്ലായിരുന്നോ, അങ്ങേര് ആ ഡ്രൈവറെയും കൂട്ടി വരികയാണ്. അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ എല്ലാ ടീമും കൂടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ ഒരു പബ്ലിക് കുളിമുറിയിൽ വെച്ചാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ നിന്നാകുമ്പോൾ അവരെല്ലാവരും വസ്ത്രം അഴിച്ചു വെക്കണം. ആ സമയം അവരുടെ ബോഡിയിലെ ടാറ്റു കാണാനായി പറ്റും. അതുകൊണ്ട് ടാറ്റു ഇല്ലാതെ ഉഡായിപ്പന്മാർക്കൊന്നും ഇതിനകത്തേക്ക് കയറി വരാനായി പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഡ്രൈവറോട് അവിടെ ചെന്ന് ഇരിക്കാൻ പറഞ്ഞ് മൊട്ടച്ചേട്ടൻ പുറത്തുനിന്ന് ഒരാളെ കൂട്ടാനുണ്ടെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി വരുന്ന അങ്ങേര് പെട്ടെന്ന് തന്നെ വസ്ത്രം ധരിച്ച് അവിടുന്ന് പോകാനായി നിൽക്കുകയാണ്. സംഗതി എന്താന്ന് വെച്ചാൽ അങ്ങേര് ഒരു പയ്യനെ കൊന്നില്ലായിരുന്നോ, അങ്ങേരും അലക്സും എല്ലാവരും കൂടെ. അതുകൊണ്ട് ആ പയ്യന്റെ ചേട്ടന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, ആ അലക്സിന് മതിയെന്ന്. അലക്സിനെ ആണെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം അലക്സിനെ പോലെ തന്നെ പച്ചയെല്ലാം കുത്തിയ ഡ്രൈവറെയാണ് കാണിച്ചു കൊടുക്കുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഡ്രൈവറെ അവരെ ഈ ഒരു ബിസിനസ് ടീമിലേക്ക് ക്ഷണിക്കാനായി പച്ച കുത്തിയിരിക്കുന്ന ഒന്നുമല്ല.
ആ അലക്സിനെ പോലെ തന്നെ പച്ച കുത്തിയിട്ട് ഇത് അലക്സ് ആണെന്നും പറഞ്ഞ് അവർക്ക് കാണിച്ചു കൊടുക്കാനാണ്. അങ്ങനെ അവർ തീരുമാനിച്ച പോലെ തന്നെ ആ പയ്യന്റെ ചേട്ടന്മാർ അങ്ങോട്ട് വരും. മൊട്ടച്ചേട്ടൻ പറഞ്ഞു കൊടുക്കും, അകത്ത് അലക്സ് ഇരിക്കുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ, എന്നെ ഇതിൽ ഇടപെടുത്താനായി നിൽക്കണ്ട. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്നവര് പച്ച കുത്തിരിക്കുന്ന ഡ്രൈവറെ കാണുമ്പോൾ തന്നെ അവൻ അലക്സ് ആണെന്ന് വിചാരിച്ച് പെട്ടെന്നാണ് അടിക്കാനായി തുടങ്ങുക. അവൻ തിരിച്ചു അടിക്കാനായി നോക്കുന്നുണ്ട്. പക്ഷെ വന്നിരിക്കുന്ന ആളുകളുടെ കയ്യിൽ ആയുധം ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈവർക്ക് നല്ലപോലെ അടിയും ഇടിയും ഉണ്ടാക്കാനായി പറ്റുന്നില്ല. എന്നാലും കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ആ കത്തി എങ്ങനെയും പിടിച്ചു വാങ്ങി അവർക്കിട്ടും കുത്താനായി തുടങ്ങും. അങ്ങനെ ആദ്യം ഒരാളെ കൊന്നു, പിന്നെയും കിടന്നു മറിഞ്ഞ് ചാവാൻ നേരത്താണ് അടുത്തവനെയും കുത്തി കൊല്ലുന്നത്. അങ്ങനെ ഇപ്പൊ വന്നിരിക്കുന്ന 2 പേരും ആ പയ്യന്റെ 2 ചേട്ടന്മാരും മരിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ലോറ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡ്രൈവറെയാണ്. ആ ഡ്രൈവറെ കാണാനായി ഇപ്പൊ ലോറ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങേർക്ക് ചെറുതായിട്ട് ബോധമൊക്കെ ഉണ്ട്. അവൾ അങ്ങേരോട് ചോദിക്കും, എൻ്റെ അങ്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തേലും അറിയോ, നിങ്ങൾ അങ്ങേരെ എന്തേലും ചെയ്തോ എന്ന് ചോദിക്കുന്നേരം അങ്ങേര് പറയും, അങ്കിളിനെ കുറിച്ച് നീ പേടിക്കണ്ട, അങ്ങേരിപ്പോൾ സേഫാണ്. അങ്കിളിനെ കൊല്ലാനായി അവരെന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതായിരുന്നു. പക്ഷെ ഞാൻ അങ്ങേർക്ക് കുറച്ച് കാശ് കൊടുത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്ത് നാട് വിടാനായി പറഞ്ഞു. അങ്ങനെ അങ്ങേരിപ്പോ സ്കോട്ട്ലാൻഡിലുണ്ട്. അങ്ങേരെക്കുറിച്ച് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ അമ്മയോട് പറഞ്ഞേക്ക്. ഈ സമയമാണ് തുടക്കത്തിൽ മരിച്ച ആ പയ്യന്റെ ബോഡി കിട്ടിയിരുന്ന പോലീസുകാരനില്ലായിരുന്നോ, നദിക്കരയിൽ വെച്ച് ആ ബോഡി കിട്ടിയിരുന്ന പോലീസുകാരൻ. അങ്ങേര് ഈ ഡ്രൈവർ ഇവിടെ കിടക്കുന്ന കാര്യം അറിഞ്ഞ് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എന്നിട്ട് ആ ഡ്രൈവറെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടു ചെന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക, അങ്ങേര് ശരിക്കൊരു ഡ്രൈവറല്ല, അണ്ടർ കവറിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനാണ്. അങ്ങേര് ഈ റഷ്യൻ മാഫിയകളെ കുറിച്ചെല്ലാം പഠിക്കാനായി, അവർ ചെയ്യുന്ന ക്രൈമുകളെ കുറിച്ചെല്ലാം മനസ്സിലാക്കാനായി അവരുടെ ഗ്യാങ്ങിൽ കയറി പറ്റിയിരിക്കുന്ന ഒരു അണ്ടർ കവർ ഏജന്റാ. പോലീസുകാരൻ പറയും, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണെങ്കിലും നീ ചെയ്യുന്നതിനൊക്കെ വളരെ നേരം വൈകുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അന്നേരം ഏജന്റ് പറയും, ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ. അങ്ങേര് പറയും, ആ തന്തക്കിളവനെ പൂട്ടാനായി നമ്മുടെ കയ്യിൽ വലിയൊരു കാര്യം ഇരിക്കുന്നുണ്ട്. ആ 14 വയസ്സുകാരി പെൺകുട്ടി പ്രസവിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആ തന്തക്കിളവനാണ്. ആ കുഞ്ഞിന്റെ ബ്ലഡ് എടുക്കാനായി നമുക്ക് പറ്റുമല്ലോ, അതുപോലെ ആ തന്തക്കിളവന്റെ ബ്ലഡ് കൂടെ എടുത്താൽ നമുക്ക് DNA മാച്ച് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് അയാളെ നമുക്ക് എളുപ്പത്തിൽ പൂട്ടാനായി പറ്റും. പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ആ മാഫിയകളുടെ ഇടയിൽ കിടന്ന് എല്ലാത്തിനെയും വിരകി നമുക്ക് പിടിക്കാനായി പറ്റും. അതുകൊണ്ട് ഇപ്പോഴേ ഈ ഒരു മിഷനിൽ നിന്ന് ഞാൻ പോകാനായി തീരുമാനിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ എന്നോട് പറയല്ലേ. എന്തായാലും ഇപ്പോൾ പോലീസുകാരൻ ആ തന്തക്കിളവൻ്റെ ബ്ലഡ് കളക്ട് ചെയ്യാനായി അങ്ങേരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം CCTVയിലൂടെ അലക്സ് കാണുന്നുണ്ട്. പക്ഷെ അവനത് കാര്യമാക്കില്ല. കാരണം അവൻ്റെ അച്ഛനെ ചോദ്യം ചെയ്യാനും പിടിക്കാനും ഒക്കെയായി ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ ഇങ്ങോട്ട് വരാറുള്ളതാണ്. എല്ലാം കഴിഞ്ഞ് നിങ്ങളെ എന്തിനാണ് പോലീസുകാർ കാണാൻ വന്നതെന്ന് ചെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും, എൻ്റെ ബ്ലഡ് എടുക്കാനായി വന്നാണ്, അതെന്തിനാന്ന് എനിക്കറിയില്ല, എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ലോറ ലിഫ്റ്റില് അലക്സ് ഒരു പെട്ടിയും കൊണ്ട്, പെട്ടിയല്ല ഒരു ബാഗുമായിട്ട് നിൽക്കുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു സംശയം തോന്നി. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ വെച്ചിരുന്ന റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുന്നേരം അവിടെ കുഞ്ഞിനെ കാണുന്നില്ല, ഒരൊറ്റ പൂച്ചണ്ട് മാത്രമാണ് കിടക്കുന്നത്. കുഞ്ഞിനെ അവൻ കൊണ്ടുപോയെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നേരം ആദ്യം തന്നെ ലോറ ഓടിയെത്തുന്ന ഡ്രൈവറുടെ അടുത്തേക്കാണ്. അങ്ങേരോട് ചോദിക്കും, നിങ്ങൾ ആ കുഞ്ഞിനെ എന്ത് ചെയ്യാനായി പോവാണ്? ഡ്രൈവർ ആളൊരു ഏജന്റ് ആണെന്നുള്ള കാര്യം ലോറക്കറിയില്ലല്ലോ. അവള് വിചാരിക്കുന്നത് അങ്ങേര് കൂടെ അറിഞ്ഞാണ് അലക്സ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നതെന്ന്. പക്ഷെ ലോറ ഡ്രൈവറെ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും അങ്ങേരുടെ ഉള്ളിൽ എന്തോ ഒരു നന്മ അവൾ എവിടെയോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അങ്ങേരോട് കാര്യം പറയും. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ 2 പേരും കൂടെ അലക്സിനെ പിടിക്കാനായി പോവുക. അങ്ങനെ അവർ ആദ്യം തന്നെ ഒരു ബോഡി ഒഴുക്കി വിട്ടിരുന്ന നദിക്കരയില്ലായിരുന്നോ, അങ്ങോട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ അവരവിടെ ചെന്ന് എത്തുന്ന നേരം അലക്സ് ഉണ്ട് ആ കുഞ്ഞിനെയും പിടിച്ച് അവിടെ ഇരിക്കുന്നത്. അവൻ ആ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് എറിയാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അവൻ്റെ ഉള്ളിൽ അതുപോലെ ഒരു കൃത്യം ചെയ്യാനായുള്ള മനസ്സില്ല, അതുകൊണ്ട് ചെയ്യാനായി തോന്നില്ല. എന്നാലും അവൻ ആ കുഞ്ഞിനോട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ചെയ്യാതെ വേറെ നിവർത്തിയില്ല, അതുകൊണ്ടാണ്. അപ്പോഴാണ് തൊട്ട് പിന്നീന്ന് അലക്സ്, നീ അങ്ങനെ ചെയ്യരുതെന്ന് ഡ്രൈവർ പറയുന്നത്. നീ അങ്ങനെ ചെയ്യാനായി പാടില്ല. ഒരു കുഞ്ഞിനെ നിനക്ക് ഒരിക്കലും ഒഴുക്കാനായി പറ്റില്ല. നിന്റെ അച്ഛൻ പല പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശിക്ഷയെല്ലാം അങ്ങേര് അനുഭവിച്ചേ പറ്റൂ. നീ എത്ര കാലം വെച്ചാണ് അങ്ങേരുടെ കീഴിൽ ജീവിക്കാനായി പോകുന്നത്? ഞാനല്ല പറയുന്നത്, ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് താ. അങ്ങനെ അവനെ പറഞ്ഞു മനസ്സിലാക്കി കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങും. എന്നിട്ട് അവനോട് പറയും, നിന്റെ അച്ഛനെ എന്തായാലും പോലീസുകാർ പിടിക്കും, പിന്നെ ആ ഒരു സാമ്രാജ്യം നമ്മുടെ കയ്യിലേക്കാണ് വരാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ച് നിന്ന് ആ സാമ്രാജ്യം കെട്ടിപ്പടുക്കും. അതെല്ലാം കേൾക്കുന്ന നേരം അവൻ ഓക്കെ ആയി. ശരിയാടാ, നമുക്കെല്ലാം ഒന്നിനും തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചിരിച്ചോണ്ട് പിന്നിലേക്ക് പോകും. അവനിപ്പോൾ എന്തോന്നായിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഈ സമയം ഡ്രൈവർ ലോറയുടെ അടുത്ത് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കും.
അങ്ങനെ അവർ തമ്മിൽ നോക്കുന്ന കണ്ടാൽ മനസ്സിലാകും അവർ തമ്മിലൊരു പ്രണയമുണ്ട്. കൂടെ ഒരു ഉമ്മയും കൊടുത്തോണ്ട് ആ വർണ്ണശലഭങ്ങൾ അങ്ങനെ ഒരുമിക്കുക. ദിവസങ്ങൾ കഴിഞ്ഞാല് ലോറയുടെ വീട്ടിലേക്ക് ഇപ്പോൾ അങ്കിള് തിരിച്ചെത്തി. അങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ സമയമാണ് ഒരു ചെറിയ കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നത്. അമ്മ ഓടിച്ചെന്ന കുഞ്ഞിനെ എടുത്ത് നേരെ ലോറയുടെ അടുത്തേക്കാണ് ചെല്ലുക. അതായത് ആ 14 വയസ്സുകാരി പെൺകുട്ടി പ്രസവിച്ചിരുന്ന കുഞ്ഞില്ലായിരുന്നോ, ആ കുഞ്ഞിനെ ഇപ്പോൾ ലോറയാണ് നോക്കുന്നത്. അവളുടെ അമ്മയെപ്പോലെ നോക്കുകയാണ്. ലോറയുടെ അമ്മയ്ക്കും അങ്കിളിനും ആണേൽ അതിൽ കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞിനോട് ലോറ തൻ്റെ അമ്മയാണെന്നാണ് പറയുന്നത്. അമ്മയെ കാണണ്ടേ, അമ്മയുടെ അടുത്തേക്ക് ചെല്ല്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എല്ലാം കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന നമ്മുടെ ഏജന്റ് ഡ്രൈവറെയാണ്. അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ ഏജന്റിനെ കാണിച്ചുകൊണ്ട് ഈസ്റ്റേൺ പ്രോമിസസ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമയിലെ ഒരു വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നല്ലോ നമ്മുടെ ഡ്രൈവർ ഒരു അണ്ടർ കവർ ഏജന്റ് ആയിരുന്നു എന്നുള്ള കാര്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. നേരത്തെ ഞാൻ ട്വിസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലൊരു സിനിമയിൽ നിങ്ങൾക്കത് ആസ്വദിക്കാനായി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. കാരണം കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളൂ, പോരാത്തതിന് ഇതുപോലൊരു കഥയും. അതുകൊണ്ട് ഈ ഒരു ട്വിസ്റ്റ് മനസ്സിലാക്കാനായി കുറച്ച് എളുപ്പമായിരിക്കാം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് പറയാതിരുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.